ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗം ഇല്ലാന്ന് കരുതിയിട്ട് വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഏത് രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വാങ്ങുന്ന പല കാര്യങ്ങളും ഇത്തരം വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടാ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ രീതിയിലുള്ള, അതായത് ചെറിയ സൈസിലുള്ള കപ്പാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ പാർസൽ വാങ്ങുന്ന ടൈമിൽ ചട്നിയും മയണൈസും ഒക്കെ ഇട്ടിട്ട് കിട്ടാറില്ലേ, അപ്പോൾ ആ ഒരു സൈസിലുള്ള പ്ലാസ്റ്റിക് കപ്പാണ് കേട്ടോ. ഇപ്പം ഞാൻ അതിൽ നിന്ന് 2 പ്ലാസ്റ്റിക് കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 2 പ്ലാസ്റ്റിക് കപ്പ് നമുക്ക് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഒരു കപ്പിൻ്റെ സൈഡ് ഭാഗത്ത് മാത്രമായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ പോലുള്ള ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത കപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഇത് കറക്റ്റായിട്ട് ഒട്ടിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു കപ്പിൻ്റെ മുകളിലുള്ള ആ ഒരു റൗണ്ട് ഭാഗം കണ്ടോ, അപ്പോൾ അതിന് കണക്കായിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതത്ര വൃത്തിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു കപ്പിലോട്ട് പകുതിയോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മുടെ വീട്ടിലുള്ള ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു കപ്പ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കപ്പ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് പോട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ 3-4 ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ, അതായത് പ്രത്യേകിച്ച് അടുക്കളയുടെ ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പും ഈ ഒരു പ്ലാസ്റ്റിക് കപ്പ് വെച്ചിട്ട് തന്നെ ഉള്ളതാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു പ്ലാസ്റ്റിക് കപ്പിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു പുറം ഭാഗം ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിലുള്ള 3 കപ്പോളം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ചെറിയൊരു കാർഡ്ബോർഡിന്റെ പീസാണ്. ഇനി ഈ ഒരു കാർഡ്ബോർഡിനെ ഒന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ വാൾപേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വാൾപേപ്പർ എൻ്റെ കയ്യിൽ ബാലൻസ് വന്ന പീസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സൈസ് കുറവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുമരിനൊക്കെ ഒട്ടിച്ചിട്ട് ബാക്കി വന്ന പീസൊക്കെ ഈ ഒരു കാര്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത ആ ഒരു കപ്പ് എടുത്തതിന് ശേഷം അടിഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്ത കപ്പ് ഇതുപോലെ ഇതിന്റെ 2 സൈഡിലായിട്ട്, അതായത് നമ്മൾ നേരത്തെ ഒട്ടിച്ച സെൻറ്റർ ഭാഗത്തിന്റെ നേരെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പെന്നും പെൻസിലൊക്കെ ഇട്ടേക്കാനുള്ള നല്ലൊരു പെൻ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ പെന്ന് പെൻസിലൊക്കെ ഇട്ട് വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ 3 കപ്പ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ പെന്ന്, പെൻസിൽ, സ്കെച്ച് പെന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. മാത്രമല്ല അവർക്ക് എടുത്ത് ഉപയോഗിക്കാനും ഈസി ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഈ ഒരു ഓർഗനൈസർ തന്നെ നമുക്ക് വേറൊരു രീതിയിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ലേ, പെൻ ഹോൾഡറായിട്ട് മാത്രമല്ല ഈ ഒരു രീതിയിൽ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ റൂമും പിന്നെ അതുപോലെ തന്നെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഫുഡൊക്കെ പാർസൽ വാങ്ങും ഇതുപോലുള്ള കപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും കളയേണ്ട, നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളല്ലേ ഈ ഒരു ടാൽക്കം പൗഡർ. അപ്പോൾ ഈ ഒരു പൗഡർ വെച്ചിട്ട്, അതായത് ഈ ഒരു പൗഡർ വെച്ചിട്ടുള്ള ഈ ഒരു പൗഡറിന് ടിന്ന് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഇതുപോലെ ഒഴിഞ്ഞ പൗഡറിൻ്റെ കുപ്പിയാണ് ആവശ്യമുള്ളത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു പൗഡറിൻ്റെ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വായ്ഭാഗത്തിനോട് ചേർത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കത്തിയോ കത്രികയോ വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വലിയ പരിപാടികളൊന്നും ഇല്ല. നമുക്ക് നേരെ ഇത് ഫ്ലവർ വേസ് ആയിട്ട് മാറ്റാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു സ്റ്റിക്കറൊക്കെ ഒന്ന് ഇളക്കി മാറ്റാം. പിന്നെ ഇതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിലോട്ട് ഒന്നും ചെയ്തിട്ടില്ല. കാണാനും ഭംഗി ഈ ഒരു രീതിയിൽ തന്നെ വെക്കുന്നതെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ ഒരു പോട്ടിലോട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എഗ് ട്രേ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒഴിഞ്ഞ പൗഡറിൻ്റെ കുപ്പിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
ഇതിലിപ്പം ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗ്ലൂവോ അല്ലെങ്കിൽ വേറെ ക്രാഫ്റ്റ് ഐറ്റംസോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഒഴിഞ്ഞ ടാൽക്കം പൗഡറിന്റെ കുപ്പി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് നല്ലൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതാ പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കപ്പ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സിന്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇതാ ഈ ഒരു ഫോർക്ക് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ബോക്സിന്റെ അടിഭാഗം മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പപ്പടക്കൊലൊക്കെ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഒത്തിരി സമയം എടുക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ ഫോർക്കൊക്കെ ചൂടാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹോളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതാ ഈ ഒരു ബോക്സിന്റെ ബാക്ക് സൈഡിലായിട്ട് മുഴുവനായിട്ട് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും അല്ലെങ്കിൽ ധാന്യങ്ങളായാലും ഒക്കെ കഴുകിയെടുക്കാനുള്ള നല്ലൊരു സ്റ്റെയിനർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ബോക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഹോൾസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചോളൂ. നല്ല യൂസ്ഫുൾ ആണ്. വലിയ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴുകുന്നതിനേക്കാളും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ഇതുപോലെ ചെറിയ ധാന്യങ്ങളും ചെറിയ ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.